പ്ലസ് ടു മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ചാപ്റ്റർ 2 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് പാർട്ട് 2. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് ഡെഫിനിഷൻ ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്, അതായത് സൈൻ, കോസ്, ടാൻ, കോട്ട്, സീക്ക്, കൊസീക്ക് ഈ 6 ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെയും അതിൻ്റെ ഇൻവേഴ്സിൻ്റെയും ഡെഫിനിഷനാണ് ഒന്ന് പഠിച്ചത്. മറ്റൊന്ന് അതിൻ്റെ ഡൊമൈൻ, അതുപോലെ റേഞ്ചിനെയാണ് നാം പറയുന്നത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. കൂടാതെ ഓരോന്നിൻ്റെയും ഡൊമൈൻ റേഞ്ച് നമുക്കറിയാം. സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡൊമൈൻ ക്ലോസ് ഇൻ്റർവൽ -1 1 ടു ക്ലോസ് ഇൻ്റർവൽ -π/2 π/2. ഈ -π/2 π/2 അതിനെയാണ് നാം പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ -1 1ൽ നിന്ന് ക്ലോസ് ഇൻ്റർവൽ 0π. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ ക്യാപിറ്റൽ ആർ, റേഞ്ച് -π/2 π/2, അതായത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് ടാൻ ഇൻവേഴ്സ് -π/2 π/2. കോട്ട് ഇൻവേഴ്സ് ക്യാപിറ്റൽ ആർ ടു ഓപ്പൺ ഇൻ്റർവൽ 0π. കോട്ട് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് 0π ആണെന്ന് നമുക്കറിയാം. അതുപോലെ സീക്ക് ഇൻവേഴ്സ് എക്സ് ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 1 ടു ക്ലോസ് ഇൻ്റർവൽ 0π മൈനസ് സെറ്റ് π/2. ഇതേ രീതിയിൽ കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഡൊമൈൻ ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 1 മുതൽ റേഞ്ച് -π/2 π/2 മൈനസ് സെറ്റ് 0. അതായത് ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത് സൈൻ ഇൻവേഴ്സിൻ്റെ വാല്യൂസ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് കാണാനാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പോൾ സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് -π/2 മുതൽ +π/2 വരെ, അതായത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലോ ഫോർത്ത് ക്വാഡ്രൻറ്റിലോ ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ -π/2 π/2 വരുന്ന മറ്റൊന്ന് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഓപ്പൺ ഇൻ്റർവൽ -π/2 π/2. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ആംഗിൾ പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും നെഗറ്റീവ് ആണെങ്കിൽ ഫോർത്ത് ക്വാഡ്രൻറ്റിലുമായിരിക്കും നമ്മുടെ ആൻസർ. ഇതേ രീതിയിൽ -π/2 π/2 വരുന്ന മറ്റൊന്ന് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്, -π/2 π/2. അതായത് നമ്മൾ 2 ഗ്രൂപ്പായിട്ടാണ് ഇതിനെ തിരിക്കുന്നത് ക്വസ്റ്റ്യൻ ആൻസർ കാണുന്നതിൻ്റെ ഭാഗമായിട്ട്. ഒന്ന് സൈൻ ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്, കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. ഈ 3 എണ്ണത്തിൻ്റെയും പോസിറ്റീവ് വരികയാണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും നെഗറ്റീവ് ആണെങ്കിൽ ഫോർത്ത് ക്വാഡ്രൻറ്റിലുമായിരിക്കും നമ്മുടെ ആൻസർ. നേരെ മറിച്ച് കോസ് ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് എക്സ്, അതുപോലെ തന്നെ കോട്ട് ഇൻവേഴ്സ് എക്സ്, ഈ 3 എണ്ണം 0 മുതൽ π വരെയാണ് വാരി ചെയ്യുന്നത്. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് 0 മുതൽ π വരെയാണ്. പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും നെഗറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രൻറ്റിലുമായിരിക്കും നമ്മുടെ ആൻസർ. യാതൊരു കാരണവശാലും തേർഡ് ക്വാഡ്രൻറ്റിൽ ഒരു ആൻസറും ഒരു പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചും വരുന്നില്ല എന്നർത്ഥം. എക്സസൈസ് 2.1 അതിലെ ക്വസ്റ്റ്യൻസ് 1 to 5. ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ മുൻപ് നമുക്കറിയേണ്ടത് ട്രിഗണോമെട്രി ഫങ്ഷൻസിൻ്റെ വാല്യൂസ് അറിയണം. 0 മുതൽ π വരെയുള്ള വാല്യൂസ് 0, 30, 45, 60, 90, 120, 135, 150, 180. അതായത് റേഡിയൻ മെഷറിലാണെങ്കിൽ 0, π/4, π/6, π/4, π/3, π/2, 2π/3, 3π/4, 5π/6 π. ഈ വാല്യൂസ് പഠിക്കാൻ ബുദ്ധിമുട്ടില്ല. 0 മുതൽ 1 വരെ എങ്ങനെയാണോ ഇൻക്രീസ് ചെയ്ത് പോകുന്നത് അത് റിവേഴ്സ് ഓർഡറിൽ ഡിക്രീസ് ചെയ്തിട്ട് 1ൽ നിന്ന് 0 ആകുന്നു. അതായത് സൈൻ 0 ആണ്, സൈൻ 180യും 0 ആണ്. സൈൻ 30 ഈക്വൽ ടു സൈൻ 150, സൈൻ 45 ഈക്വൽ ടു സൈൻ 135, സൈൻ 60 ഈക്വൽ ടു സൈൻ 120. അതുപോലെ തന്നെ കോസിൻ്റെ കേസിൽ ഒന്ന് നെഗറ്റീവ് വരുന്നു, കാരണം സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. 90 മുതൽ 180 വരെ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്, അതുകൊണ്ട് ആംഗിൾ നെഗറ്റീവ് വരുന്നു എന്ന് മാത്രം. ടാൻ ആണെങ്കിൽ സൈൻ ബൈ കോസ്. 30 എന്ന് പറഞ്ഞാൽ ചെറിയ ആംഗിളാണ്. ചെറിയ ആംഗിളാണെങ്കിൽ 1/√3. വലിയ ആംഗിളാണെങ്കിൽ 60 വലിയ ആംഗിളാണ് 30യെ അപേക്ഷിച്ച്. അപ്പോൾ 1/√3യേക്കാൾ വലുത് √3. ഇത് മാത്രമേ കൺഫ്യൂഷൻ വരാനുള്ളതുള്ളൂ.
ടാൻ 0 എന്നറിയാം, ടാൻ 45 1 ആണെന്നറിയാം. പിന്നെ വ്യത്യാസം വരുന്നത് 30ക്കാണോ 60ക്കാണോ √3 അല്ലെങ്കിൽ 1/√3 എന്നത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈൻ ഇൻവേഴ്സ് എക്സ്, കൊസീക്ക് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്, ഇതിൻ്റെ മൂന്നിൻ്റെയും ആൻസർ ഒന്നുകിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കും അല്ലെങ്കിൽ ഫോർത്ത് ക്വാഡ്രൻറ്റിലായിരിക്കും. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ പോസിറ്റീവ് വാല്യൂസ് എല്ലാം ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് 1/2, ആ 1/2 പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കും. നേരെ മറിച്ച് സൈൻ ഇൻവേഴ്സ് -1/2 ആണെങ്കിൽ ഫോർത്ത് ക്വാഡ്രൻറ്റിലായിരിക്കും നമ്മുടെ ആംഗിൾ എന്നർത്ഥം. അതുപോലെ കോസ്, സീക്ക്, കോട്ട് ഈ മൂന്നും 0 മുതൽ പൈ വരെയാണ് വാരി ചെയ്യുന്നത്. പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും നെഗറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രൻറ്റിലുമായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് കോസ് ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോസിൻ്റെ വാല്യൂ 1/2 വരുന്നത് 60 ഡിഗ്രി. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/3. അപ്പോൾ കോസ് ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ π/3 ആയിരിക്കും. നേരെ മറിച്ച് കോസ് ഇൻവേഴ്സ് -1/2 ആണെങ്കിൽ കിട്ടുന്ന ആൻസർ 1/2ൻ്റെ ആംഗിൾ നമുക്കറിയാം π/3. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ കാണേണ്ടത് π - π/3, ദാറ്റ് ഈസ് 2π/3. ഇതേ രീതിയിലാണ് കാണേണ്ടത്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ആദ്യം എല്ലാം പോസിറ്റീവ് വരുന്ന ആംഗിൾ ചെയ്യുന്നു, ഇതിൻ്റെ തന്നെ നെഗറ്റീവ്, അങ്ങനെ 2 ഗ്രൂപ്പായിട്ട് ടോട്ടൽ 5 സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓരോന്നോരോന്നായിട്ട് നോക്കാം. സൈൻ ഇൻവേഴ്സ് 1/2 എല്ലാറ്റിൻ്റെയും പ്രിൻസിപ്പൽ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യുന്നത് സൈൻ ഇൻവേഴ്സ് 1/2. സൈൻ ഇൻവേഴ്സ് 1/2ൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് 1/2 കാണാൻ സൈനിൻ്റെ വാല്യൂ 1/2 വരുന്ന ആംഗിൾ അറിയണം. സൈൻ എപ്പോഴാണ് 1/2 വരുന്നത്? നമുക്കറിയാം സൈൻ 30 എന്ന് പറഞ്ഞാൽ π/6. നമുക്ക് നേരിട്ട് എഴുതാം. സൈനിൻ്റെ വാല്യൂ π/6 ആണെങ്കിൽ 1/2 ആണ്. അതുകൊണ്ട് സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ വി ഹാവ് π/6. ഇത്രയേ ചെയ്യാനുള്ളൂ. ദെൻ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. സൈൻ ഇൻവേഴ്സ് 1/√2. സൈൻ ഇൻവേഴ്സ് 1/√2 ഇതിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ ചെയ്യേണ്ടത് സൈനിൻ്റെ വാല്യൂ 1/√2 വരുന്ന ആംഗിളാണ് കാണേണ്ടത്. സൈനിൻ്റെ വാല്യൂ 1/√2 എപ്പോൾ വരുന്നു? 1/√2 നമുക്കറിയാം സൈനിൻ്റെ വാല്യൂ π/4 വരുമ്പോൾ സൈൻ 45 ആണ് 1/√2. അപ്പോൾ നമുക്ക് നേരിട്ട് ആൻസർ പറയാം. സൈൻ ഇൻവേഴ്സ് 1/√2 ഈക്വൽ ടു π/4. ഇപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ രണ്ടാമത്തതും നാം കണ്ടുപിടിച്ചു. ദെൻ മൂന്നാമത്തെ കൊസീക്ക് ഇൻവേഴ്സ്. കൊസീക്ക് ഇൻവേഴ്സ് 2/√3 ഇതിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കാണാൻ നമുക്കറിയാം നമ്മൾ കൊസീക്കായിട്ട് പഠിക്കേണ്ടതില്ല, സൈനിൻ്റെ വാല്യൂ കണ്ടാൽ മതി. സൈനിൻ്റെ വാല്യൂ എപ്പോഴാണ് ഇവിടെ 2/√3 എന്നുള്ളത് √3/2 എന്ന് മാറ്റിയാൽ മതി. സൈനിൻ്റെ വാല്യൂ √3/2 വരുന്നത് നമുക്കറിയാം ആംഗിൾ 60 ആണ്, ദാറ്റ് ഈസ് π/3. ഇപ്പോൾ സൈൻ π/3 √3/2 ആണ്. അതുകൊണ്ട് തന്നെ കൊസീക്ക് π/3യും എന്ത് തന്നെയാണ്? 2/√3 ആണ്. സൈൻ π/3 √3/2 ആണെങ്കിൽ കൊസീക്ക് π/3 റെസിപ്രോക്കൽ 2/√3. കൊസീക്ക് π/3 2/√3 ആണെങ്കിൽ നമുക്ക് എഴുതാം കൊസീക്ക് ഇൻവേഴ്സ് 2/√3 ഈക്വൽ ടു π/3. ഈ കിട്ടിയ വാല്യൂ എല്ലാം പോസിറ്റീവാണ്. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കൊസീക്ക് ഇൻവേഴ്സ് 2 ആണ് കാണേണ്ടത്. കൊസീക്ക് ഇൻവേഴ്സ് 2 അപ്പോൾ നമുക്ക് കാണേണ്ടത് കൊസീക്ക് ഇൻവേഴ്സ് 2.
കൊസീക്ക് ഇൻവേഴ്സ് 2 ഇത് കാണാൻ കൊസീക്ക് ഇൻവേഴ്സ് 2 അതായത് സൈനിൻ്റെ വാല്യൂ ആണ് നമുക്ക് നോക്കേണ്ടത്. സൈനിൻ്റെ വാല്യൂ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 1/2. സൈനിൻ്റെ വാല്യൂ 1/2 വരുന്നത് വി ഹാവ് π/6. സൈൻ π/6 1/2 ആണെങ്കിൽ കൊസീക്ക് π/6ഉം എന്ത് തന്നെയാണ്? 2 ആണ്. റെസിപ്രോക്കൽ കൊസീക്ക് π/6 2 ആണെങ്കിൽ കൊസീക്ക് ഇൻവേഴ്സ് 2 എന്ന് പറഞ്ഞാൽ π/6. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ടാൻ ഇൻവേഴ്സ് 1. ടാൻ ഇൻവേഴ്സ് 1ൻ്റെ വാല്യൂ ആണ് നാം കാണുന്നത്. ടാൻ ഇൻവേഴ്സ് 1 ടാൻ ഇൻവേഴ്സ് 1 അതായത് ടാൻ ഫങ്ഷൻ്റെ വാല്യൂ 1 വരുന്ന ആംഗിൾ എപ്പോഴായിരിക്കും ടാനിൻ്റെ ആംഗിൾ 1 വരുന്നത്? π/4 ദാറ്റ് ഈസ് 45. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരിട്ട് എഴുതാം ടാൻ ഇൻവേഴ്സ് 1 ഈക്വൽ ടു π/4. ആംഗിൾ അറിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ടാൻ ഇൻവേഴ്സ് 1/√3 ആണ്. ടാൻ ഇൻവേഴ്സ് 1/√3 ഇതിൻ്റെ വാല്യൂ ആണ് കാണുന്നത്. ഇതിൻ്റെ വാല്യൂ കാണാൻ നമുക്കറിയാം ടാനിൻ്റെ വാല്യൂ എപ്പോഴാണ് 1/√3 വരുന്നത്. അതായത് ടാനിൻ്റെ വാല്യൂ 1/√3 വരുന്നത് നമുക്കറിയാം 30 ഡിഗ്രി. 30 എന്ന് പറഞ്ഞാൽ π/6. അപ്പോൾ നമുക്ക് നേരിട്ട് ആൻസർ എഴുതാം. ടാൻ ഇൻവേഴ്സ് 1/√3 ഈക്വൽ ടു π/6. ഇപ്പോൾ ഈ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻ്റെയും പ്രത്യേകത അത് ഒന്നുകിൽ സൈനാണ്, അല്ലെങ്കിൽ കൊസീക്കാണ്, അല്ലെങ്കിൽ ടാൻ ആണ്. ഇത് മൂന്നും പോസിറ്റീവുമാണ്. അപ്പോൾ അതാണ് ഒരു ഗ്രൂപ്പ്. ദെൻ ഇതിൻ്റെ എല്ലാം നെഗറ്റീവാണ് അടുത്ത ഭാഗം. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് കാണാൻ നമ്മൾ ചെയ്യുന്നത് സൈൻ ഇൻവേഴ്സ് -1/2 ഇതാണ് കാണേണ്ടത്. നാം നേരത്തെ കണ്ടത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, സൈൻ π/6 എന്നുള്ളത് നമുക്ക് നേരിട്ട് എഴുതാം 1/2 ആണ്. ആംഗിൾ പെട്ടെന്ന് അറിഞ്ഞാൽ എഴുതാൻ വളരെ എളുപ്പമാണ്. ടാൻ π/6 1/2 ആണ്. സൈൻ π/6 1/2 ആണ്. അതുകൊണ്ട് സൈൻ -π/6 എന്ന് പറഞ്ഞാൽ -1/2 ആയിരിക്കും. സൈൻ -θ ഈക്വൽ ടു -sin θ. അതുകൊണ്ട് തന്നെ സൈൻ ഇൻവേഴ്സ് -1/2 എന്ന് പറഞ്ഞാൽ ആൻസർ വരിക -π/6. നേരത്തെ ക്വസ്റ്റ്യനും ഇതും തമ്മിൽ വ്യത്യാസം ഒന്ന് നെഗറ്റീവ് കൊടുത്താൽ മതിയായിരിക്കും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ സൈൻ ഇൻവേഴ്സ് 1/√2. അപ്പോൾ നമുക്ക് നേരിട്ട് എഴുതാം. സൈൻ എപ്പോഴാണ് 1/√2 വരുന്നത്? സൈൻ π/4 ആണ് 1/√2 ഇതിൻ്റെ പോസിറ്റീവ് വാല്യൂ. അതുകൊണ്ട് നമുക്ക് നേരിട്ട് പറയാം സൈൻ -π/4 ആണ് -1/√2. സൈൻ -π/4 -1/√2 ആണെങ്കിൽ നമുക്ക് നേരിട്ട് എഴുതാം സൈൻ ഇൻവേഴ്സ് -1/√2 ഈക്വൽ ടു -π/4. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കൊസീക്ക് ഇൻവേഴ്സ് ആണ്. കൊസീക്ക്. അപ്പോൾ നമുക്ക് കൊസീക്ക് തന്നെ നേരിട്ട് എഴുതാം. കൊസീക്കിൻ്റെ വാല്യൂ മൈനസാണ്, 2/√3 ആണ്. കൊസീക്കിൻ്റെ വാല്യൂ 2/√3 എന്ന് പറഞ്ഞാൽ കൊസീക്കിൻ്റെ വാല്യൂ 2/√3 നമ്മൾ എങ്ങനെയാണ് നേരത്തെ കണ്ടത്? കൊസീക്ക് π/3. കൊസീക്ക് π/3 ആണ് 2/√3. അപ്പോൾ കൊസീക്ക് -π/3 എന്ന് പറഞ്ഞാൽ -2/√3 എന്നെഴുതാം. അതായത് കൊസീക്ക് ഇൻവേഴ്സ്
minus 2 by root 3 equal to minus pi by 3. Then അടുത്തത് cosec inverse minus 2 ആണ് നമ്മൾ കാണാൻ പോകുന്നത്. cosec inverse minus 2. cosec inverse minus 2. cosec inverse minus 2. ഇതിൻ്റെ വാല്യൂ കാണാൻ cosec inverse minus 2 ആണ് നാം കാണുന്നത്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ എഴുതുകയാണ് cosec inverse minus 2. അതായത് കൊസീക്കിൻ്റെ വാല്യൂ 2 വരുന്നത് എപ്പോഴാണ്? അതായത് സൈൻ 1/2. സൈനിൻ്റെ വാല്യൂ 1/2 വരുന്നത് π/6. അപ്പോൾ കൊസീക്ക് π/6 2 ആണ്. കൊസീക്ക് മൈനസ് π/6, കൊസീക്ക് മൈനസ് π/6 എന്ന് പറഞ്ഞാൽ -2 ആണ്. അതുകൊണ്ട് കൊസീക്ക് -2 എന്ന് പറഞ്ഞാൽ -π/6. നമുക്ക് ആ വാല്യൂ കിട്ടി. ദെൻ ടാൻ ഇൻവേഴ്സ് -1. ടാൻ ഇൻവേഴ്സ് -1 ഇതിൻ്റെ വാല്യൂ ആണ് നാം കാണുന്നത്. നമുക്കറിയാം ടാനിൻ്റെ വാല്യൂ 1 വരുന്നത് എപ്പോഴാണ്? π/4. ടാൻ π/4ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ടാനിൻ്റെ വാല്യൂ -π/4. ടാനിൻ്റെ വാല്യൂ -π/4 വരുമ്പോൾ -1. നമുക്ക് കാണാനുള്ളത് ടാൻ ഇൻവേഴ്സ് -1ൻ്റെ വാല്യൂ ആണ് ഈക്വൽ ടു -π/4. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ടാൻ ഇൻവേഴ്സ് -1/√3. ഇതിൻ്റെ വാല്യൂ ആണ് കാണാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടാനിൻ്റെ വാല്യൂ 1/√3 വരുന്നത് എപ്പോൾ? അതായത് π/6. ടാൻ π/6 ഈക്വൽ ടു 1/√3. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയും കൂടി എഴുതാം. ടാനിൻ്റെ വാല്യൂ -π/6 വരുമ്പോൾ ആൻസർ -1/√3. അതായത് ടാൻ ഇൻവേഴ്സ് -1/√3 ഈക്വൽ ടു -π/6. എല്ലാ ക്വസ്റ്റ്യനും ഒരേ രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഒന്നുകിൽ അത് സൈനാവും, അല്ലെങ്കിൽ കൊസീക്കാവും, അല്ലെങ്കിൽ ടാൻ ആവും. അതിൻ്റെ പോസിറ്റീവ് ഭാഗവും നെഗറ്റീവ് ഭാഗവുമാണ് ചെയ്തത്. ഇനി നമുക്ക് ബാക്കി വരുന്നത് കോസ്, അതുപോലെ കോട്ട്, സീക്ക്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കോട്ട്, 2 ക്വസ്റ്റ്യൻ സീക്ക്, 2 ക്വസ്റ്റ്യൻ കോട്ട് ഇൻവേഴ്സ്. ഇതെല്ലാം പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് കോസ് ഇൻവേഴ്സ് 1/2 ആണ് കാണുന്നത്. നമ്മൾ നേരിട്ട് ഫോർമുല എഴുതാം. കോസിൻ്റെ വാല്യൂ 1/2 വരുന്നത് എപ്പോഴാണ്? കോസ് 60 ഡിഗ്രി. കോസ് π/3 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഈ π/3 എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലാണ്, അതുകൊണ്ടാണ് നാം ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് കോസ് ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു π/3. ഇങ്ങനെ എഴുതാൻ കാരണം π/3 എന്നുള്ളത് 0π ഇടയിൽ വരുന്ന വാല്യൂ ആണ്. ദെൻ കോസ് ഇൻവേഴ്സ് 1/√2. നമുക്കറിയാം കോസ് π/4 ആണ് 1/√2. അതുകൊണ്ട് നേരിട്ട് പറയാം, കോസിൻ്റെ വാല്യൂ 1/√2 ആണെങ്കിൽ, അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് 1/√2 എന്ന് പറഞ്ഞാൽ π/4. ദെൻ സീക്ക് ഇൻവേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് കോസിൻ്റെ വാല്യൂ √3/2. നമുക്കത് വേണമെങ്കിൽ എഴുതാം. കോസിൻ്റെ വാല്യൂ √3/2 വരുന്നത് എപ്പോഴാണ്? കോസ് π/6. കോസ് π/6 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയും കൂടി എഴുതാം.
സീക്ക് പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കലാക്കിയാൽ മതി 2/√3. അതായത് സീക്ക് പൈ ബൈ 6 2/√3 ആണ്. അതുകൊണ്ട് സീക്ക് ഇൻവേഴ്സ് 2/√3 എന്ന് പറഞ്ഞാൽ പൈ ബൈ 6. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എഴുതുന്നത് സീക്ക് ഇൻവേഴ്സ് 2 ആണ്. സീക്ക് ഇൻവേഴ്സ് 2. സീക്ക് ഇൻവേഴ്സ് 2ൻ്റെ വാല്യൂ നാം കാണുന്നു. ഈ സീക്ക് ഇൻവേഴ്സ് 2 നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സീക്ക് ഇൻവേഴ്സ് 2 അതായത് സീക്കിൻ്റെ വാല്യൂ 2 വരുന്ന ആംഗിൾ, സീക്കിൻ്റെ വാല്യൂ 2 വരുന്ന ആംഗിൾ സീക്കിന് പകരം നമ്മൾ കോസിൻ്റെ വാല്യൂ 1/2 വരുന്നത് പൈ ബൈ 3. കോസ് പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അതുകൊണ്ട് സീക്ക് പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ 2 ആണ്, റെസിപ്രോക്കൽ. ദെൻ സീക്ക് ഇൻവേഴ്സ് 2. സീക്ക് ഇൻവേഴ്സ് 2 ഈക്വൽ ടു പൈ ബൈ 3. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ സീക്ക് ഇൻവേഴ്സ് 2 ആണ്. ദെൻ അടുത്ത ഒന്ന് കോട്ട് ഇൻവേഴ്സ് 1. കോട്ട് ഇൻവേഴ്സ് 1 ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. കോട്ടാണെങ്കിൽ നമ്മൾ ടാനിലേക്ക് പോകേണ്ടതില്ല. 1 ആണെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ പറയാം, വളരെ എളുപ്പത്തിൽ പറയാം. കോട്ട് പൈ ബൈ 4 ആണ് 1. കോട്ട് പൈ ബൈ 4 1 ആണെങ്കിൽ കോട്ട് ഇൻവേഴ്സ് 1 ഈക്വൽ ടു പൈ ബൈ 4. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ കോട്ട് ഇൻവേഴ്സ് 1/√3. കോട്ട് ഇൻവേഴ്സ് 1/√3യുടെ വാല്യൂ ആണ് കാണുന്നത്. കോട്ട് ഇൻവേഴ്സ് 1/√3 നമുക്കറിയാം 1/√3 വേണമെങ്കിൽ നമുക്കൊരു സ്റ്റെപ്പും കൂടി എഴുതാം. ടാനിൻ്റെ വാല്യൂ √3 വരുന്ന ആംഗിൾ കണ്ടാൽ മതി. ടാൻ 60 ടാൻ പൈ ബൈ 3 ഈക്വൽ ടു √3. ടാൻ പൈ ബൈ 3 √3 ആണെങ്കിൽ കോട്ട് പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ 1/√3. കോട്ട് പൈ ബൈ 3 1/√3 ആണ്. അപ്പോൾ അതുകൊണ്ട് കോട്ട് ഇൻവേഴ്സ് 1/√3 എന്ന് പറഞ്ഞാൽ ആൻസർ വരിക പൈ ബൈ 3. എല്ലാ ക്വസ്റ്റ്യനും വളരെ എളുപ്പമാണ്. ഇപ്പോൾ എല്ലാം നമ്മൾ ചെയ്തത് കോട്ട്, സീക്ക്, കോസ് ഇതിൻ്റെ എല്ലാം പോസിറ്റീവാണ് ചെയ്തത്. ഇനി ഇതിൻ്റെ എല്ലാം നെഗറ്റീവ്. ഇതിൻ്റെ എല്ലാം നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ സെക്കൻഡ് ക്വാഡ്രൻറ്റിലായിരിക്കും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കോസ് ഇൻവേഴ്സ് -1/2. അതായത് നാം ഇവിടെ പറഞ്ഞു പൈയിൽ നിന്നാണ് ആംഗിൾ കുറയ്ക്കേണ്ടത്. അപ്പോൾ 1/2 വരുന്ന വാല്യൂ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അതായത് കോസിൻ്റെ വാല്യൂ 1/2 വരുന്നത് പൈ ബൈ 3. കോസ് പൈ ബൈ 3 ഈക്വൽ ടു 1/2. അതുകൊണ്ട് കോസ് പൈ മൈനസ് പൈ ബൈ 3 ആണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്, അപ്പം നെഗറ്റീവുമാണ്. കോസ് പൈ മൈനസ് പൈ ബൈ 3 -1/2 ആണ്. അതായത് കോസ് 2 പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ -1/2 ആണ്. നാം നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു കോസിൻ്റെ ആംഗിൾ 120 ആണെങ്കിൽ -1/2 ആണ്. അതുകൊണ്ട് കോസ് ഇൻവേഴ്സ് -1/2 ഈക്വൽ ടു 2 പൈ ബൈ 3 120 ഡിഗ്രി. ദെൻ കോസിൻ്റെ വാല്യൂ 1/√2. കോസ് ഇൻവേഴ്സ് -1/√2. അതുകൊണ്ട് നമുക്കറിയാവുന്നത് 1/√2 പോസിറ്റീവ് ആംഗിൾ ആദ്യം നാം തീരുമാനിക്കുന്നു. അതായത് കോസ് പൈ ബൈ 4. കോസ് പൈ ബൈ 4 ആണ് 1/√2. ഇവിടെ നെഗറ്റീവ് ആക്കുമ്പോൾ ഇവിടെ പൈ മൈനസ് ഉപയോഗിച്ചാൽ മതി. നമുക്കറിയാം കോസ് പൈ മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് ആണ്. അതായത് കോസ് പൈ മൈനസ് പൈ ബൈ 4.
കോസ് പൈ മൈനസ് പൈ ബൈ 4 ഈക്വൽ ടു -1/√2. അതായത് കിട്ടിയത് കോസ് 3π/4. കോസ് 3π/4 ഈക്വൽ ടു -1/√2. അതിൻ്റെ അർത്ഥം കോസ് ഇൻവേഴ്സ് -1/√2 ഈക്വൽ ടു 3π/4. നമുക്കറിയാം 3π/4 എന്ന് പറഞ്ഞാൽ 135 ഡിഗ്രി. അത് 0 മുതൽ പൈയുടെ ഇടയിൽ വരുന്ന വാല്യൂ ആണ് എന്നറിയാം. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സീക്ക് ഇൻവേഴ്സ് -2/√3. സീക്കിൻ്റെ വാല്യൂ 2/√3. അതിന് കോസിൻ്റെ വാല്യൂ √3/2 നോക്കിയാൽ മതി. നമുക്കറിയാവുന്ന വാല്യൂ കോസിൻ്റെ വാല്യൂ അല്ലെങ്കിൽ കോസ് ആംഗിൾ π/6 വരുമ്പോഴാണ് √3/2 വരുന്നത്. അപ്പോൾ ആംഗിൾ നമുക്ക് വളരെ പെട്ടെന്ന് എഴുതാൻ പറ്റണം എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. സീക്ക് π/6 അത് റെസിപ്രോക്കൽ എഴുതിയാൽ മതി 2/√3. ഇപ്പോൾ പോസിറ്റീവ് ആംഗിളാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് നെഗറ്റീവാണ്. അപ്പോൾ നാം നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ പൈയിൽ നിന്ന് ആംഗിൾ കുറച്ചാൽ മതി. പൈ മൈനസ് π/6 ഇതാണ് -2/3. അതായത് സീക്ക് പൈ മൈനസ് π/6 5π/6. 5π/6ൻ്റെ വാല്യൂ -2/3 ആയിരിക്കും. കാരണം സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്, നെഗറ്റീവാണ്. 2/√3 ആണ്. 2/√3. അതായത് സീക്ക് ഇൻവേഴ്സ് -2/√3 ഈക്വൽ ടു 5π/6. 5π/6. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ സീക്ക് ഇൻവേഴ്സ് 2 ആണ്. സീക്ക് ഇൻവേഴ്സ് 2 എന്താണ്? സീക്ക് ഇൻവേഴ്സ് 2. സീക്ക് ഇൻവേഴ്സ് -2. സീക്ക് ഇൻവേഴ്സ് -2. നമുക്കിവിടെ ക്വസ്റ്റ്യൻ എഴുതാം. സീക്ക് ഇൻവേഴ്സ് -2. സീക്കിൻ്റെ വാല്യൂ 2 വരുന്നത്, അതായത് കോസിൻ്റെ വാല്യൂ 1/2 വരുന്നത്. നമ്മൾ ഇതേ കാര്യം തന്നെ പലപ്പോഴായിട്ട് എഴുതിയതാണ് പല ചോദ്യത്തിൻ്റെയും ഭാഗമായിട്ട്. കോസ് π/3 ഇതാണ് 1/2. കോസ് π/3 1/2 ആണെങ്കിൽ സീക്ക് π/3 എന്നുള്ളത് 2 ആയിരിക്കും. ഇനി അടുത്ത സ്റ്റെപ്പിൽ നാം എഴുതേണ്ടത് സീക്ക് പൈ മൈനസ് π/3. സീക്ക് പൈ മൈനസ് π/3 ഈക്വൽ ടു -2. നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. സീക്ക് 2π/3. സീക്ക് 2π/3 എന്ന് പറഞ്ഞാൽ -2 ആയിരിക്കും. അതുകൊണ്ട് സീക്ക് ഇൻവേഴ്സ് -2 ഇതാണ് നമുക്ക് കാണാനുള്ളത്. 2π/3. 2π/3 120 ഡിഗ്രി. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ കോട്ട് ഇൻവേഴ്സ് -1. നമുക്ക് ചോദ്യം എഴുതാം. കോട്ട് ഇൻവേഴ്സ് -1ൻ്റെ വാല്യൂ ആണ് കാണാനുള്ളത്. കോട്ട് 1 ആയതുകൊണ്ട് നമുക്കറിയാം π/4 ആണ്. അതായത് കോട്ടിൻ്റെ വാല്യൂ 1 വരുന്നത് π/4. ദാറ്റ് ഈസ് കോട്ട് π/4 ഈക്വൽ ടു 1. ദെൻ കോട്ട് പൈ മൈനസ് π/4. കോട്ട് പൈ മൈനസ് π/4 എന്ന് പറഞ്ഞാൽ ആൻസർ -1 ആയിരിക്കും. അതായത് കോട്ട് 3π/4. കോട്ട് 3π/4 ഈക്വൽ ടു -1. അതുകൊണ്ട് കോട്ട് ഇൻവേഴ്സ് -1 ഈക്വൽ ടു 3π/4. 3π/4. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ കോട്ട് ഇൻവേഴ്സ് -1/√3. കോട്ട് ഇൻവേഴ്സ് -1/√3 ഇതിൻ്റെ വാല്യൂ ആണ് നാം കാണുന്നത്. നമുക്കറിയാം 1/√3 കോട്ട് വരണം. അതിനു മുൻപ് ടാനിൻ്റെ വാല്യൂ എപ്പോഴാണ് √3 വരുന്നത്? അതായത് നമുക്ക് എഴുതാവുന്നത് ആംഗിൾ കാണാൻ നമുക്കിത് ഉപയോഗിക്കാം. tan π/3.
ടാൻ പൈ ബൈ 3 ആണ് √3. ടാൻ 60 ടാൻ പൈ ബൈ 3 ആണെങ്കിൽ കോട്ട് പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കലായിരിക്കും 1/√3. ഇനി ഇത് നമ്മൾ ചെയ്യുന്നത് കോട്ട് പൈ മൈനസ് പൈ ബൈ 3. പൈ മൈനസ് പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ -1/√3. അതായത് കോട്ട് ഇൻവേഴ്സ് മുൻപ് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. കോട്ട് പൈ മൈനസ് പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ 2π/3. കോട്ട് 2π/3യും -1/√3 ആണ്. അതായത് കോട്ട് ഇൻവേഴ്സ് -1/√3 അതിൻ്റെ വാല്യൂ 2π/3. ഇങ്ങനെ എഴുതാൻ കാരണം പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് കോട്ടിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് 0 മുതൽ പൈ വരെയാണ്. അതിൻ്റെ ഇടയിലാണ് 2π/3 വരുന്നത്. ദെൻ ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദ ഫോളോയിങ്. സൈൻ ഇൻവേഴ്സ് 0. നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇത് ആക്സിസിൽ വരുന്ന പോയിന്റുകളാണ്. അപ്പോൾ അത് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് നേരത്തെ അതേ രീതിയിലല്ല ട്രീറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ വളരെ എളുപ്പത്തിൽ എഴുതാവുന്ന ഒന്നാണ്. സൈൻ ഇൻവേഴ്സ് 0 സൈനിൻ്റെ വാല്യൂ 0 വരുന്നത് എപ്പോൾ? നമുക്കറിയാം സൈൻ 0 ആണ് 0. സൈൻ 0 = 0. അതുകൊണ്ട് സൈൻ ഇൻവേഴ്സ് 0 എന്ത് തന്നെയാണ്? സൈൻ ഇൻവേഴ്സ് 0യും 0 ആണ്. -π/2ൻ്റെയും +π/2ൻ്റെയും ഇടയിലാണ് 0. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലാണ് എന്ന് ചുരുക്കം. ദെൻ കോസ് ഇൻവേഴ്സ് 1. കോസിൻ്റെ വാല്യൂ 1 വരുന്നത് എപ്പോൾ? അതായത് കോസ് 0 ആണ് 1. കോസ് 0 = 1. അതുകൊണ്ട് കോസ് ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. നമുക്കറിയാം ഈ വാല്യൂ 0 മുതൽ പൈ വരെ വാരി ചെയ്യുന്ന സ്ഥാനത്താണ്. 0 ക്ലോസ് ഇൻ്റർവൽ 0π ആണ്. അതുകൊണ്ടാണ് കോസ് 0 1 ആണെങ്കിൽ കോസ് ഇൻവേഴ്സ് 1 എന്നുള്ളത് 0 എന്ന് നാം എഴുതുന്നത്. ദെൻ സൈൻ ഇൻവേഴ്സ് 1 ആണ്. സൈനിൻ്റെ വാല്യൂ 1 വരുന്നത് എപ്പോഴാണ്? നമുക്കറിയാവുന്നത് സൈൻ π/2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അതുകൊണ്ട് സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ അതും എന്ത് തന്നെയാണ്? π/2 ആണ്. ഇവിടെ എങ്ങനെ എഴുതാൻ കാരണം -π/2 മുതൽ +π/2 ആ π/2 വരുന്നത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലാണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ എഴുതാം. ഡി 4ാമത്തെ ക്വസ്റ്റ്യൻ കോസ് ഇൻവേഴ്സ് -1. അതായത് കോസിൻ്റെ വാല്യൂ -1 വരുന്നത് എപ്പോൾ? നമുക്കറിയാം ഡി 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ എഴുതുന്നത്. അതായത് കോസ് പൈ ആണ് 0. കോസ് പൈ എന്ന് പറഞ്ഞാൽ 0 അല്ല -1 ആണ്. അതിൻ്റെ അർത്ഥം കോസ് ഇൻവേഴ്സ് -1 = പൈ. കോസിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് 0 മുതൽ പൈ വരെയാണ്. ക്ലോസ് ഇൻ്റർവെല്ലാണ്. അപ്പോൾ പൈ എന്നുള്ളത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലാണ്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ എഴുതാൻ സാധിക്കുന്നത്. ദെൻ കോട്ട് ഇൻവേഴ്സ് 0. കോട്ടിൻ്റെ വാല്യൂ 0 വരുന്നത്. കോട്ടിൻ്റെ വാല്യൂ 0 വരിക എന്ന് പറഞ്ഞാൽ കോട്ടിൻ്റെ വാല്യൂ 0 വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടാനിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി വന്നു എന്ന് പറഞ്ഞാലും മതി. നമുക്കറിയാവുന്ന വാല്യൂ ക്വസ്റ്റ്യൻ നമ്പർ ഇ വരുന്നത് ടാനിൻ്റെ വാല്യൂ π/2 വരുമ്പോഴാണ് ഇൻഫിനിറ്റി. ടാൻ π/2 ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ട് കോട്ട് π/2 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അതായത് കോട്ട് ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ കോട്ട് ഇൻവേഴ്സ് 0 ഈസ് ക്ലിയർലി π/2. കോട്ടിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഇതേ രീതിയിൽ ആൻസറിൽ വരുന്നതാണ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൊസീക്ക് ഇൻവേഴ്സ് -1. കൊസീക്കിൻ്റെ വാല്യൂ എപ്പോഴാണ് -1 വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ എഫ്. അതായത് സൈൻ π/2 ആണ് 1.
അതാണ് നമുക്കറിയാവുന്ന 1-മായി ബന്ധപ്പെട്ട ഒരു വാല്യൂ ആണ് നാം എഴുതുന്നത്. സൈൻ പൈ ബൈ 2 1 ആണ്. സൈൻ പൈ ബൈ 2 1 ആണെങ്കിൽ നമുക്ക് എന്തുകൂടി എഴുതാം? കൊസീക്ക് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ 1/1 1 ആണ്. നമ്മൾ സൈൻ കൊസീക്ക് എല്ലാം അതുപോലെ തന്നെ ടാൻ ഒരേ ഗ്രൂപ്പിലാണ്. നെഗറ്റീവ് മാറ്റുന്ന മെത്തേഡുള്ള ഗ്രൂപ്പാണ്. അതായത് കൊസീക്ക് മൈനസ് പൈ ബൈ 2, കൊസീക്ക് മൈനസ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ -1 ആണ്. ഇപ്പോൾ നമുക്ക് എഴുതാൻ പാകത്തിലെത്തി. കൊസീക്ക് ഇൻവേഴ്സ് -1 എന്ന് പറഞ്ഞാൽ -π/2. -π/2 എന്നുള്ളത് കൊസീക്ക് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ വരുന്ന ഭാഗമാണ് എന്ന് കാണാം. ഇതോടെ ഈ ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു. എക്സസൈസ് 2.1-ലുള്ള ക്വസ്റ്റ്യൻസാണ് നാം ഇവിടെ സോൾവ് ചെയ്തത്. ഇത് ആകെ വരുന്ന ക്വസ്റ്റ്യനെ 3 ഭാഗമായിട്ടാണ് നാം തിരിച്ചത്. അതായത് ഒരു ഭാഗം വരുന്ന ക്വസ്റ്റ്യൻ സൈൻ ഇൻവേഴ്സ്, കൊസീക്ക് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, അതിൻ്റെ തന്നെ പോസിറ്റീവ് പാർട്ട്, നെഗറ്റീവ് പാർട്ട്, അതൊരു ഭാഗം. ദെൻ കോസ് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്, അതിൽ തന്നെ പോസിറ്റീവ് ഭാഗം, നെഗറ്റീവ് ഭാഗം. ഈ 6 മോഡൽ ക്വസ്റ്റ്യനാണ് നമുക്ക് വരുന്നത്. എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ ആംഗിൾ കോസ് ഇൻവേഴ്സ്, സൈൻ ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്, ഇതെല്ലാം പോസിറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം നേരിട്ട് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കും ആൻസർ. സൈൻ, കൊസീക്ക്, ടാൻ ഇത് നെഗറ്റീവ് ആണെങ്കിൽ ആംഗിൾ പോസിറ്റീവ് ആണ്, ഏതാണ് കിട്ടുന്നത് അതിനൊരു സൈൻ കൊടുത്താൽ മതിയായിരിക്കും. അതേസമയം കോസ് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ് ഈ 3 ഭാഗത്തും ഫസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെന്ന് പറഞ്ഞു. നെഗറ്റീവ് ആണെങ്കിൽ പൈ മൈനസ് പോസിറ്റീവ് വരുന്ന വാല്യൂ ഏതാണോ അത് പൈയിൽ നിന്ന് കുറച്ചാൽ മതിയായിരിക്കും. അപ്പോഴാണ് നമുക്ക് സെക്കൻഡ് ക്വാഡ്രൻറ്റിലുള്ള ആൻസർ കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.